കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചില്ലി ബീഫാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് ചില്ലി തയ്യാറാക്കുവാനായി ഏകദേശം 250 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് എടുക്കുകയാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുകയാണ്. ഇനി 1.5 ടേബിൾ സ്പൂൺ കണക്കിന് സോയാ സോസ് ചേർക്കുന്നു. ഇനി ബീഫ് വേവിച്ച് എടുക്കുവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുകയാണ്. ഇനി കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഏകദേശം 8 വിസിൽ കേൾക്കുന്നവരെ ഞാനിത് വേവിച്ചെടുത്തു. പല കുക്കറിനും വേവ് വ്യത്യാസമുണ്ടാകാം. ഇനി ചില്ലി ബീഫിന് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എടുക്കാം. സവാള വലുതായിട്ട് കട്ട് ചെയ്തത് 1, ക്യാപ്സിക്കം വലുതായിട്ട് കട്ട് ചെയ്തത് 1, സ്പ്രിംഗ് ഓണിയൻ നീളത്തിലരിഞ്ഞത് 1/4 കപ്പ്, പച്ചമുളക് സ്ലൈസ് ചെയ്തത് 2, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ, മല്ലിയില 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കപ്പിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കി വെക്കാം. ഇനി ഒരു ചെറിയ കപ്പിലേക്ക് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1.5 ടീസ്പൂൺ സോയാ സോസ്, ഇത്രയും എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കുക്കറിൽ ബോയിൽ ചെയ്തെടുത്ത ബീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലൈസ് പീസുകളാണ് നമുക്ക് വേണ്ടത്. കനം കുറച്ച് ഇതുപോലെ ചെറിയ സ്ലൈസുകളാക്കി നമുക്ക് എടുക്കാം. ചില്ലി ബീഫ് നമുക്ക് 2 രീതിയിൽ ചൈനീസ് സ്റ്റൈലിൽ ചെയ്യാൻ പറ്റും. ഒന്ന് കോട്ടിങ് ഇട്ട് ചെയ്യാം, അതുപോലെ കോട്ടിങ് ഇല്ലാതെ ചെയ്യാം. കോട്ടിങ് ഇല്ലാതെ ചെയ്യുന്ന രീതിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ബീഫെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചില്ലി ബീഫ് തയ്യാറാക്കുവാനായി ഒരു ഫ്രൈ പാൻ എടുക്കാം. പാൻ ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് ഓയിൽ എടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്കിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് എടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി അതിലേക്ക് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഇതിലേക്കിട്ട് അതും ഒരുമിച്ച് വഴറ്റിയെടുക്കാം. വലിയ ക്യൂബ്സ് പീസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്. ക്യാപ്സിക്കവും സവാളയും ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസുകൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ബീഫ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒരല്പം ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഉപ്പ് ഇതിൽ ചേർക്കുക. സോയാ സോസിലും ഒരല്പം ഉപ്പ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതും ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. ഇപ്പോൾ ബീഫ് ചില്ലിയുടെ പ്രധാന ചേരുവകളെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് കൊഴുപ്പാക്കി കിട്ടുവാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ വെള്ളം ഒരല്പം ചേർത്ത് കൊടുക്കുകയാണ്. അത് മുഴുവൻ ഒഴിക്കരുത്, അല്പമായി ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചില്ലി ബീഫിൻ്റെ ഗ്രേവി ആവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇനി അവസാനമായി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയനും ഇതിന് മുകളിലേക്ക് ഇട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയം തന്നെ തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ റൈസ് ഐറ്റംസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് ചില്ലി ബീഫ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.